കടുത്ത ചൂടനുഭവപ്പെടുന്ന വേനൽക്കാലവും സ്കൂൾ അവധിയും കൂടി വന്നതോടെ സംസ്ഥാനത്തുടനീളമുള്ള പുഴകളുടെയും കടവുകളുടെയും സമീപം കുട്ടികളുടെയും യുവാക്കളുടെയും തിരക്കാണ്. തണുത്ത വെള്ളത്തിൽ കുളിച്ചും നീന്തിയും സമയം ചെലവഴിക്കാൻ വലിയ തോതിൽ ആളുകൾ ഇവിടങ്ങളിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ ഈ ആസ്വാദനം പലപ്പോഴും ദുഃഖകരമായ വാർത്തകളായി മാറുകയാണ്. അടുത്തിടെ നിരവധി പ്രദേശങ്ങളിലാണ് പുഴകളിൽ മുങ്ങിമരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇതിൽ ഇപ്പോൾ ആദ്യത്തെ മരണമാണ് ഈ കഴിഞ്ഞ ദിവസം നടന്നത്. എനിക്ക് മുമ്പ് പോയിട്ടുണ്ട്, ആൾക്കാരെ പിടിച്ച് കയറ്റിയിട്ടുണ്ട്, രക്ഷിച്ച് വിട്ടിട്ടുണ്ട്. ഇത്തവണ സീസണിൽ കണ്ടമാനം പിള്ളേർ വന്നിട്ട് പിള്ളേർ വന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മെഗടേക്കും തെറിയും തേപ്പും ഇതാണ്. കുളിച്ച് മര്യാദയ്ക്ക് പോകണമെങ്കിൽ കുഴപ്പമില്ല. നീന്തലറിയാത്ത ആൾക്കാരുണ്ട്, അറിയാവുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ കണ്ട് കുറേ ഞങ്ങൾ നേരത്തെ പോയി നേരത്തെ കയറി വരും. ആ മാതിരി വൃത്തികെട്ട വാക്കുകളാണ് വായിന്നൊക്കെ വന്നത്. അവധിക്കാലം ആരംഭിച്ചതോടെ പുഴകളും ചെറുനദികളുമെല്ലാം കുളിക്കാനെത്തുന്നവരെ കൊണ്ട് നിറഞ്ഞുകഴിഞ്ഞു. കൂടുതലും കുട്ടികളും യുവാക്കളുമാണ് കടവുകളിൽ കുളിക്കാനെത്തുന്നത്. കുളിയുടെ ആവേശത്തിൽ വെള്ളത്തിന്റെ ആഴമോ ഒഴുക്കോ ഒന്നും ഇവർ കണക്കിലെടുക്കാറില്ല. പലപ്പോഴും വീട്ടുകാർ അറിയാതെയാണ് കുട്ടികൾ കടവുകളിൽ എത്തുന്നത്. സുരക്ഷാ പദ്ധതികളൊന്നുമില്ലാത്ത പ്രദേശങ്ങളിലോ നീന്തൽ അറിയാതെയോ പുഴയിൽ ചാടുന്നതാണ് നിരവധി അപകടങ്ങൾക്കും കാരണമാകുന്നത്. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ പിള്ളേരോട് പറഞ്ഞ പിള്ളേർ എന്ത് ചെയ്താൽ കേൾക്കാനുള്ളതാണ് ഇത് ഒന്ന്. പിന്നെ രാത്രിയും പകലൊക്കെ ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്, പെണ്ണുങ്ങളായിട്ടും ആണുങ്ങളായിട്ടും വരുന്നുണ്ട്. നമുക്ക് എപ്പോഴും നോക്കിയിരിക്കാനും പിടിക്കാനും പറ്റില്ലല്ലോ. പിന്നെ ഉള്ള വിഷയം എന്ന് വെച്ചാൽ ഇവർ കഞ്ചാവ് വെള്ളമൊക്കെ അടിച്ചാൽ തന്നെ നമ്മൾ ഒരാളെ പുഴയിലുണ്ടെങ്കിൽ ഇവരെ കുറ്റം പറഞ്ഞാൽ ഇവർ നമ്മളെ മുക്കി കൊല്ലാണെങ്കിലോ. നമ്മൾ പല പ്രാവശ്യം ഈ പോയ പിള്ളേരോട് നമ്മൾ പറഞ്ഞാൽ മര്യാദയ്ക്ക് കുളിച്ച് കഴിപ്പാൻ. അപ്പം നമ്മളെ പേടിപ്പിക്കുകയാണ്. പിന്നെ നമ്മളെന്ന് പറയാം ഒന്നും പറയാനില്ല അതിനകത്ത്. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇതിൻ്റെ പിന്നാലെ തൂങ്ങി കുത്തി കെട്ടി കിടന്ന് ഞാൻ ഇപ്പോൾ പോലീസുകാർ നാളെ നമുക്ക് ചോദിച്ചു അത് നിങ്ങളുടെ അഡ്രസ്സ് വരാൻ പറഞ്ഞു. നമ്മൾ ഇതിൻ്റെ പിന്നാലെ കുത്തി കെട്ടി നമുക്ക് കിടക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും കൂടുതൽ വിഷയം. പുഴയിൽ ഇറങ്ങുന്നവരോട് വെള്ളത്തിന്റെ ആഴത്തെക്കുറിച്ചോ ഒഴുക്കിനെക്കുറിച്ചോ അപകട മുന്നറിയിപ്പുകൾ കൊടുത്താൽ പലപ്പോഴും അവഗണിക്കുകയാണ് പതിവെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇവിടെ ഇത് കടവൊക്കെ നല്ല ഇതിലായിട്ട് നടന്നതാണ്. ഈ പിള്ളേർ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇവിടെ എല്ലാ പിള്ളേരും വരികയും ചെയ്യും. ഇവിടെ പല പല പരിപാടികളാണ്. നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും അവർ കഞ്ചാവും അടിച്ചുകൊണ്ട് വന്ന് മക്കട്ടും കയറും. അതായത് നമ്മൾ പറയും, എല്ലാവരും ഇവിടെ ഉള്ള എല്ലാവരും അതിന് പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്യണതാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞ പിന്നെ ഈ കഴിഞ്ഞ ദിവസം 2-3 പിള്ളേർ അപ്പോഴും വന്നു. ബോർഡ് സ്ഥാപിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. അത് ജാഗ്രത പരിഹാരം വേറെ എന്തെങ്കിലും സംവിധാനം അല്ല ക്യാമറ വയ്ക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലാണ്ടൊന്നും നടക്കൂല. അത് പുഴകളിലെ ഒഴുക്കും അപ്രതീക്ഷിതമായ കുഴികളും നീന്തൽ വലിയ വശമില്ലാത്തവർക്ക് വലിയ അപകടമാണെന്ന് പലരും മനസ്സിലാക്കുന്നില്ല. സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഒഴുക്കിൽപ്പെട്ടാൽ രക്ഷാപ്രവർത്തനം വൈകാനും അതുവഴി ദുഃഖകരമായ നഷ്ടങ്ങളിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട്. അപകടമെന്ന് വെച്ചാൽ ഇവിടെ വഴുക്കല കൂടുതലാണ് പാറയ്ക്ക്. അതിപ്പോൾ നമ്മൾ വീഴും, ഈ ഒരു കാല് ചവിട്ടി കഴിഞ്ഞാൽ തെന്നിപ്പോയി കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് കൂടുന്നതാണെങ്കിൽ പോകും. പിന്നെ അവൻ നീന്തൽ അറിയാത്തവനാണെങ്കിൽ പിടിക്കാനോ കൂടെയുള്ളവൻ പിടിച്ചാലും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. നമ്മൾ ഇപ്പോൾ 50-55 കൊല്ലം ഇവിടെ ജനിച്ചു വളർന്ന് ഈ പുഴ പോയി കുളിക്കുന്നു. 2 തരം പോയാലും ചിലപ്പോൾ 3 പ്രാവശ്യം പോകും നമ്മൾ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പറയാനുള്ളൂ. അതിന് ഇപ്പോൾ അവൻ പറഞ്ഞ ഒരു ക്യാമറ സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒരു പോലീസിൻ്റെ വീക്ഷണമോ വൈകിട്ട് ഒരു പോലീസിൻ്റെ വീക്ഷണം അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആൾക്കാർ വന്ന് അന്വേഷിക്കുക പിടിക്കുകയോ ചെയ്യാം. യാതൊരു മുന്നൊരുക്കവുമില്ലാതെ സന്തോഷത്തിനായി കടവുകളിലെത്തുന്നവരിൽ വർദ്ധിച്ചുവരുന്ന മുങ്ങിമരണങ്ങൾ തടയാൻ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കുകയും ജനങ്ങളിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്.
ഇത്തരം മേഖലകളിൽ വെള്ളത്തിലിറങ്ങുന്നത് നിയന്ത്രിക്കണമെന്നും രക്ഷാപ്രവർത്തകരുടെ സാന്നിധ്യം ഉറപ്പാക്കണമെന്നും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നുമാണ് പരിസരവാസികൾ പറയുന്നത്. പഞ്ചായത്ത് ഒരു ക്യാമറ സ്ഥാപിക്കാനുള്ള ഒരു പരിപാടി ഇത്രയും വേഗം ചെയ്യാനുള്ളതാണ്. പല ടൈമിലും എൻ്റെ ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ എൻ്റെ അതൊക്കെ നമുക്ക് എല്ലാ ദിവസവും ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഇരിക്കുന്ന സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പിള്ളേരോട് പറഞ്ഞു വിടാറുണ്ട്. നമുക്കൊരു പരിധി ഉണ്ടല്ലോ പറയുന്നതിലേ. അപ്പോൾ അത് നോക്കാണ്ട് പിള്ളേർ പോവും. നമുക്കെപ്പോഴും പുഴ ചെന്നിരിക്കാനും പറ്റില്ലല്ലോ. ഇതാണ് ഒരു അഭിപ്രായത്തിൽ ഒരു ക്യാമറ സ്ഥാപിക്കാനുള്ള ഒരു പഞ്ചായത്ത്. പലപ്പോഴും അതിരുകടന്ന ആത്മവിശ്വാസമാണ് അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. എത്ര പരിചിതമായ സ്ഥലമാണെങ്കിലും വെള്ളത്തിന്റെ സ്വഭാവം മാറുന്നത് തിരിച്ചറിയാൻ കഴിയണമെന്നില്ല. അല്പനേരത്തെ ആവേശവും സന്തോഷവും വലിയ ദുരന്തങ്ങളിലേക്കും ജീവഹാനിയിലേക്കും കൊണ്ടെത്തിക്കുമ്പോൾ എത്ര കുടുംബങ്ങളാണ് ഒരിക്കലും തോരാത്ത കണ്ണീരിലേക്ക് മുങ്ങിപ്പോകുന്നത്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പുഴ ശരിക്കും പെരിയാർ പടിഞ്ഞാട്ടാണല്ലോ ഒഴുകണേ. ഇവിടെ സംഭവം കിഴക്കോട്ടം ഒഴുകണേ. അങ്ങനെ ഒരു പുഴയ്ക്കൊരു പ്രത്യേകതയുണ്ട്. പാറയ്ക്ക് വഴുക്കലുള്ളതും പരിചയമില്ലാത്തവർ വന്നു കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും. ഇതിപ്പോൾ നമ്മുടെ അറിവിൽ ഒരു 5-6 ആൾ ഉണ്ട്. ഒരുമിച്ചല്ല, പല സ്ഥലത്ത് ഒക്കെ ഈ ചെറുപ്പക്കാർ പ്രായമായവർ അങ്ങനെ കാര്യമായിട്ട് ഒരു കുറച്ച് പേര് നമ്മുടെ അറിവിൽ പോയിട്ടുള്ളൂ. അത് ഇതുപോലെ പരിചയമില്ലാണ്ട് പോയേക്കണതാ. പരിചയമുള്ളവർ ഒന്നും അങ്ങനെ പോയിട്ടില്ല. കടവായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊന്നും അങ്ങനെ പോയിട്ടില്ല. അവർക്കറിയാലോ അത് കുളിക്കാറിറങ്ങുമ്പോൾ പുറമേ നിന്ന് വന്ന ആൾക്കാർക്കാണ് അധികവും അബദ്ധങ്ങൾ പറ്റണത്. സുരക്ഷിതത്വം മുൻനിർത്തിയുള്ള ആസ്വാദനം മാത്രമേ നമ്മുടെ പുഴകളെ സന്തോഷത്തിന്റെയും ഓർമ്മകളുടെയും ഇടമാക്കുകയുള്ളൂ. കുടുംബങ്ങളും ഈ വിഷയം കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. അവധിക്കാലം സന്തോഷമായിരിക്കട്ടെ. അല്പം ജാഗ്രതയോടെ സുരക്ഷിതരായിരിക്കാം. ക്ലിയർ വിഷനിലൂടെ ഇനി മോഡം ഫ്രീ കണക്ഷനുമായി കെ ഫോൺ ലഭിക്കും. ജൂലൈ 1 മുതൽ ക്ലിയർ വിഷൻ ബ്രോഡ്ബാൻഡിൽ നിന്നും യാതൊരുവിധ ഇൻസ്റ്റലേഷൻ ചാർജുമില്ലാതെ മോഡം ഫ്രീ ആയി ഇന്റർനെറ്റ് കണക്ഷനുകൾ നൽകുന്നതാണ്. നിരവധി ആകർഷകമായ പ്ലാനുകളാണ് കെ ഫോണിനുള്ളത്. കണക്ഷൻ ആവശ്യമുള്ളവർക്ക് ക്ലിയർ വിഷനിൽ ഫോട്ടോയും ആധാർ കാർഡിന്റെ കോപ്പിയുമായി വന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്.